തൃശൂരിലെ പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനി നിക്ഷേപ തട്ടിപ്പിൽ ഇഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അനധികൃത ലോണുകൾ അനുവദിച്ചിലടക്കം 44 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്നും കള്ളപ്പണ ഇടപാടുകളും സംശയിക്കുന്നതായിരുന്നു പദ്ധതി. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച ശേഷം പണം നൽകാതെ വഞ്ചിച്ചെന്ന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നിക്ഷേപ കാലാവധിക്ക് ശേഷവും പണം തിരികെ നൽകിയില്ലെന്ന പരാതിയിലാണ് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കെതിരെ തൃശൂർ, വലപ്പാട്, വാടാനപ്പള്ളി അടക്കം പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. 60-ലധികം കേസുകളുണ്ട്. തുടർന്ന് തട്ടിപ്പിന്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാടുകളിലും അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ ഇഡിക്ക് പരാതി നൽകുകയായിരുന്നു. ഞങ്ങളുടെ നിക്ഷേപ തുകയോ പലിശയോ തരാതെ ഓരോ ഒഴിവൊഴിവ് പറഞ്ഞ് 2 വർഷത്തോളം നീങ്ങി. അവർക്ക് തന്നെ യാതൊരു ഉറപ്പില്ല ഞങ്ങൾക്ക് പൈസ തരുന്നുള്ളത്. എനിക്ക് 48 ലക്ഷം രൂപ നഷ്ടമായി. ഞാൻ നിക്ഷേപിച്ചതാണ് 48 ലക്ഷം. തൃപ്രാർ ബ്രാഞ്ചിൽ KG ശേഖരനാണ് പൈസ എല്ലാം റിസീവ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 3 വർഷമായി ഇവര് പിന്നാലെ നടക്കുന്ന നമ്മുടെ പൈസക്ക് വേണ്ടിയിട്ട്. പൈസ തരുന്ന ഒരു ലക്ഷണവുമില്ല. പല ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടി. BJP സഹകരണ സെൽ തൃശൂർ ജില്ലാ കൺവീനർ MV സുരേഷും നിയമപോരാട്ടത്തിനൊപ്പമുണ്ട്. ഏകദേശം ഒരു 45 കോടിയിൽ പരം രൂപ പ്രവാസികളിൽ നിന്ന് തട്ടിയെടുത്ത പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവരെല്ലാം പണം എല്ലാം തട്ടിയെടുത്തുകൊണ്ട് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുകയും ഇവർക്ക് പണം കൊടുക്കാതിരിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിച്ച് 44 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കമ്പനി ഡയറക്ടർമാർ നടത്തിയെന്നാണ് പരാതി. അനധികൃത ലോണുകൾ അനുവദിച്ചും കമ്പനിക്ക് അനുവദിച്ച ലോണുകൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും ക്രമക്കേട് നടന്നതായും പരാതിയിലുണ്ട്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ 800ഓളം നിക്ഷേപകരാണുള്ളത്. ജനം, കൊച്ചി.